ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഉണ്ടല്ലോ. ഇന്നത്തേതെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേണ്ടി ചോറൊക്കെ വെച്ചു, പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായക്ക് കടി പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ചോറും വെച്ച് പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറും വെച്ചു. ഇന്നലത്തെ നേർച്ചയ്ക്ക് കിട്ടിയ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ആക്കിയിട്ട് ഉച്ചയ്ക്ക് കുശാലാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോഴാണ് ഇക്ക മറ്റന്നാൾ പെരുന്നാളല്ലേ, ഞാൻ വരുന്നുണ്ട്, എൻ്റെ കൂടെ ഒരാളും കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് ഫുഡൊക്കെ റെഡിയാക്കിക്കോ, ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ അവർ വരുന്നത് കർണാടകയിൽ നിന്നോ, പിന്നെ അവർക്ക് നമ്മളെ നാട്ടിലത്തെ ഫുഡ് ഇഷ്ടമാകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിലത്തെ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റിച്ചുവിനെ പറഞ്ഞയച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. എന്നും കുറച്ചെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ഫ്രിഡ്ജിൽ അരച്ച് വെച്ചതുണ്ടാവും. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അരച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി, അതേപോലെ വെള്ളുള്ളി ഒക്കെ തൊലി കളഞ്ഞെടുത്തു, പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഒക്കെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. വേസ്റ്റൊക്കെ ഞാനിങ്ങനെ ഒരു മുറത്തേക്കാണ് ഇടൽ. എന്തെന്ന് വെച്ചാൽ നമ്മൾ അടുക്കള കുഞ്ഞടുക്കളയാണ്. അപ്പോൾ ഹാളിൽ ടേബിളിൽ കൊടുത്തിട്ട് ഫുള്ളായിട്ട് നന്നാക്കി വേസ്റ്റൊക്കെ മുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ പാത്രത്തേക്ക് നന്നാക്കി ഇടും കേട്ടോ. പിന്നെ നന്നാക്കിയിട്ടതിന് ശേഷം പിന്നെ കഴുകിയിട്ട് പിന്നെ ടേബിൾ മക്കന്നെ കൊടുത്തിട്ടാണ് എല്ലാം അരിയുക. അപ്പോൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് പിന്നെ മല്ലിച്ചപ്പ് ആദ്യം ഒന്ന് കഴുകി കേട്ടോ. റിച്ചുവിനെ പറഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പും പൊതിനയും ഇതൊക്കെ തൊലി കളഞ്ഞ് അരിയുന്ന ആ സമയം കൊണ്ട് റിച്ചു ചിക്കനും കൂടി വാങ്ങി അങ്ങനെ കേട്ടോ. മല്ലിച്ചപ്പ് അരിഞ്ഞപ്പോൾ ഇടയിൽ ചിക്കൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ പോയിട്ടോ. ഓരോ പണികൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ളി നന്നാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കിയതിന് ശേഷം മല്ലിച്ചപ്പും പൊതിനയും അതും നന്നാക്കി പിന്നെ 5-6 തക്കാളി എടുത്ത് അതും കഴുകി കൊടുന്ന് അതും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അധികവും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ കൊണ്ട് കഴിയണ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് കേട്ടോ. ഞാൻ ആര് വരുമ്പോഴും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ അരിയലും പിടിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊട്ടയിൽ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വെള്ളം ചോരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് അരച്ചെടുക്കാം. ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കിയത് ഫസ്റ്റ് പെട്ടെന്ന് അരച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ കൊണ്ടുവന്നപ്പം ആ കാര്യം മറന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് പോണീൻ്റെ മുന്നേ പെട്ടെന്ന് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ചോർന്ന് കഴിഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണല്ലോ വെക്കുന്നത്. അപ്പം പൊരിക്കാനുള്ള മസാലകളൊക്കെ കൂട്ടിയിട്ട് അതൊന്ന് കുറച്ച് നേരം വെച്ചു കേട്ടോ. അപ്പോൾ ആ മസാല ഒരു 5 മിനിറ്റ് വെക്കുക. ആ സമയം കൊണ്ട് മല്ലിച്ചപ്പും പുതിനയും ഒക്കെ അരിഞ്ഞത് ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനിയും വല്ല മണലൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊരു ഓട്ടലൊക്കെ ഒട്ടേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കുക്കറിലാണ് ചോറ് വെക്കാൻ പോണത്. അപ്പോൾ ചോറിനുള്ള പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഉള്ളിയും പാട്ടി കൊടുത്തിട്ട് ചോറടുപ്പത്ത് ആകുമ്പോഴേക്കും ഒരടുപ്പത്ത് എളുപ്പം എണ്ണ ഒഴിച്ചിട്ട് ചിക്കനും കൂടിയാണ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറ് ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കിയിട്ടാൽ അതിൻ്റെ വിസിൽ പോകുമ്പോഴത്തേന് നമുക്ക് മസാലയും കൂടി വാട്ടിയെടുക്കാമല്ലോ. ചിക്കൻ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചത് ഒന്നും കാണാമല്ലോ കേട്ടോ. റിജൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓരോ പീസ് അവർ ഫസ്റ്റ് പൊരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് പോകും. അപ്പോൾ അത് നല്ലോണം ഉണ്ട് പൊരിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ പൊരിച്ചത് പിന്നെ ഒരു പാകത്തിന് വേവാക്കിയിട്ടാണ് പൊരിച്ചെടുത്തത്. പിന്നെ നമ്മൾ ദമ്മിലിടുമ്പോഴും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മളെ ഉള്ളിയൊക്കെ വാടി വന്നിരുന്നു. അപ്പോൾ ചോറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം തിളച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ചോറിനുള്ള അരിയും കൂടി ഉണ്ട് കഴുകി അതും ഒരു ഭാഗത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് കുക്കറിലും ആയി. അതേപോലെ ഒരടുപ്പത്ത് ചിക്കനും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇനി തൈരിനുള്ളതും കൂടി ആക്കണം കേട്ടോ. അപ്പോൾ തൈരിനുള്ളത് ഞാൻ ചോപ്പറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. തൈരിനുള്ളത് ചോപ്പറിൽ ഇട്ടിട്ട് അരിഞ്ഞെടുത്താൽ ആ ഉള്ളി നല്ല അടിപൊളിയായിട്ട് വരും ചെയ്യും. തൈരിനൊരു പ്രത്യേക ടേസ്റ്റ് വെക്കാം കേട്ടോ. ഇവിടെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിക്കണമെങ്കിൽ അതിൻ്റെ തൈര് മാത്രം പൊറുക്കിയെടുക്കും. പക്ഷേ ഉള്ളി ഇങ്ങനെ ചോപ്പറിൽ അരിഞ്ഞിട്ട് തൈര് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പൊറുക്കിയെടുക്കാൻ കിട്ടില്ലല്ലോ. പറ്റേ ചെറിയ പീസായി വരുന്നതുകൊണ്ട് കുട്ടികൾ കുറച്ചൊക്കെ ഉള്ളിയൊക്കെ അകത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും തൈര് ഉണ്ടാക്കുമ്പോൾ ചോപ്പർ തന്നെ എടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ചോപ്പറാകുമ്പം പ്രത്യേക ഒരു സുഖമാണ്. 2 അമർത്തിയാൽ മതി, ഉള്ളി റെഡിയാവും. അതേപോലെ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഉപ്പേരിക്ക് ഇതിലിങ്ങനെ ഒരു 4 അമർത്തിയാൽ അടിപൊളിയായിട്ട് വരും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയും ഒക്കെ ഇതാക്കണതിൻ്റെ ഇടയിൽ വെള്ളം നല്ലോണം തിളച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഊറ്റി വെച്ച അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഊറ്റി വെച്ച അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊറ്റൊരു വിസിലിൽ ഓഫാക്കി വെക്കാൻ കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളെ ചിക്കനും പൊരിച്ച് കഴിയും. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട്
ഇത് വിസിലും മാറ്റിയിട്ടിട്ട് വേണം പിന്നെ മസാലയൊക്കെ റെഡിയാക്കാൻ കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. അങ്ങനെ വിസിൽ വന്നപ്പം മാറ്റിയും വെച്ചു. പിന്നെ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് മസാല ഇതാക്കുന്നത്. അപ്പോൾ കുറച്ച് മുഴുവൻ എണ്ണ എടുത്തിട്ടില്ല, കുറച്ച് എണ്ണ എടുത്തിട്ട് കുറച്ച് ചെമ്പക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടുണ്ട് വാട്ടിയെടുക്കാൻ കേട്ടോ. ഓർഡറായിട്ടൊന്നും പണിയെടുക്കാൻ സമയമില്ല. എന്താ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണ ബിരിയാണി അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. ഒരു കൈ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കൈ ഇങ്ങോട്ടും അങ്ങനെ ആയിട്ട് വെക്കലും വിളമ്പലും അരിയലും പാത്രം കഴുകലും അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒറ്റ കൗണ്ടർ ടോപ്പ് ഉള്ളൂ, അതുകൊണ്ട് നിറയെ പാത്രങ്ങൾ ഇങ്ങനെ പെരക്കാനും പറ്റില്ല. അപ്പോൾ ആകണ പാത്രങ്ങൾ കുറച്ച് അങ്ങനെ കഴുകി വെക്കണമുണ്ട്. പിന്നെ കഴുകാൻ പറ്റാത്തതൊക്കെ ബേസിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി എല്ലാ വെക്കലും വിളമ്പലും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നായിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ മസാലയൊക്കെ റെഡി ആയപ്പോഴേക്ക് നമ്മുടെ ചോറും അടിപൊളിയായിട്ട് വെന്ത് വന്നിരുന്നു കേട്ടോ. അപ്പം ഇനി ദമ്മും കൂടി ഇട്ടാൽ മതി. ദമ്മിടുന്നതിന് മുന്നേ റിജുക്കുട്ടന് പൊരിച്ച പീസ് മാറ്റി വെക്കാൻ പറയുന്നു കേട്ടോ. പക്ഷേ ഞാൻ മസാലയ്ക്ക് ഫുള്ളായിട്ട് ചിക്കൻ പീസ് ഇട്ടു. ഇനിയിപ്പോൾ ദമ്മിട്ട് ചോറ് പൊട്ടിക്കുന്ന സമയത്ത് അവനക്ക് മാറ്റി വെച്ച പീസ് എവിടെയെന്ന് ചോദിച്ചിട്ടേക്കാരും ഇന്നത്തെ കരച്ചിൽ. അങ്ങനെ മസാലയും ചോറും ഒക്കെ ആയിട്ട് 2 ലെയറായിട്ട് ദമ്മിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും പിന്നെ കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും പൊതിനയും ഒക്കെ തൂവി കൊടുത്തു. അതേപോലെ തന്നെ നെയ്യ് കഴിഞ്ഞിരുന്നു കേട്ടോ. കുപ്പിൻ്റെ അടിയിൽ ഒരു തുള്ളി ഉള്ളൂ, അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് കുടഞ്ഞും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ ആ കല്ല് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പം ചോറ് ദമ്മിലായി. പിന്നെ അവർ വന്നു, അവർക്കുള്ള ചോറും ഒക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളുടെ ഡ്രസ്സൊക്കെ ആദ്യം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പാത്രം കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ ഈ പാത്രം കഴുകുക അപ്പോഴേക്ക് നിങ്ങളൊക്കെ കുളിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവരെ ഓരോരുത്തരെ കുളിക്കാനും മാറ്റാനും ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ പാത്രം കഴുകാൻ നിന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ പാത്രം കഴുകലും കഴിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ടൗണിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 3 ആളും പാടെ അടിച്ച് പിടിച്ച് കുളിയും നനയും ഒക്കെ കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനും കുളിച്ച് മാറ്റി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ വന്നപ്പം നിച്ചുട്ട് എൻ്റെ മേക്കപ്പും കഴിഞ്ഞിട്ടില്ല, ഞാൻ അത് തേച്ചിട്ടില്ല ഇത് തേച്ചിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ മാറ്റിനീൻ്റെ മുന്നിക്കൊന്ന് കണ്ണാടിൻ്റെ മുന്നിക്ക് വന്നിക്കാൻ കേട്ടോ. എന്തൊക്കെയോ വാരിക്കോരി തേക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് ടൗണിൽ പോയിട്ടോ. പിന്നെ ടൗണിലേക്ക് പോകുമ്പോൾ വണ്ടി എടുക്കാതെ പോകുകയാണ് നല്ലത്. എന്താ വെച്ചാൽ പാർക്കിങ്ങിന് തീരെ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ വണ്ടിയും കൊണ്ടുണ്ട് ഇടങ്ങാറാവും കേട്ടോ. അപ്പോൾ അധിക ദിവസം ഡ്രസ്സ് എടുക്കാനും അങ്ങനെ സാധനം വാങ്ങാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഓട്ടോ എടുത്തിട്ട് തന്നെയാണ് പോകൽ. അങ്ങനെ പോയിട്ട് മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് താഴെ വന്നപ്പം ബില്ലിടാൻ നല്ലോണം അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടെ പോസ്റ്റായി നിന്നിട്ടാണ് ബില്ലൊക്കെ അടിച്ച് കിട്ടിയത്. അങ്ങനെ അവിടുന്ന് ഡ്രസ്സിനുള്ള ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, രാവിലെ വെറുംചോറും വെച്ചിട്ട് ഉച്ചക്കത്തെ ബിരിയാണീൻ്റെ കുറച്ചുണ്ട്. അപ്പോൾ ഫുഡ് അത് മതി കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് പിന്നെ ഈ ജിലേബി വാങ്ങി കുറച്ച് പോപ്കോണൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.